കൊല്ലത്ത് BB എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ് ഈ കാർ അക്സസറീസ് ഒക്കെ വിൽപ്പന നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ബേസിക്കായിട്ട് നമ്മളൊരു ആൻഡ്രോയിഡ് സെറ്റ് വെക്കണം. ഞാൻ ആൻഡ്രോയിഡ് സെറ്റ് വെച്ച് പിന്നെ അതിനകത്ത് ഫാനും മറ്റു സാധനങ്ങളും ലൈറ്റും 2 ഹോണും അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ, അത്യാവശ്യമായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് പരിപാടി നടക്കത്തില്ല. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 3:30 മണി 4 മണി ആകുമ്പോൾ ഇനിയിപ്പം നടക്കത്തില്ല. അപ്പോൾ വണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവർ നാളെ മുതൽ ഈ തുടങ്ങിക്കോളും. അവിടെ ഷോപ്പ് വരുന്നത് കുറച്ച് അതോ അപ്പുറത്തായിരുന്നു, അതിൽ ആംബുലൻസ് കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ്. പക്ഷെ ഇപ്പൊ അവിടെ ഇടാൻ സൗകര്യമില്ല. അവർ രാത്രി വണ്ടി കട അടയ്ക്കുന്ന സമയത്ത് വണ്ടി എടുത്ത് അങ്ങോട്ട് നീക്കിയിട്ടോളാന്ന് പറയും. ഇനി നമുക്ക് വേറെ റോളൊന്നുമില്ല ഇവിടെ. ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോയാലേ നാളെ രാവിലെ ഇനി വന്നാൽ മതിയല്ലോ. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് താക്കോലെ കടക്കാരനെ ഏൽപ്പിച്ചിട്ട് പോകണം. ഇനി ബാക്കിയുള്ള പരിപാടിയെല്ലാം അവർ നോക്കിയുള്ളൂ. വണ്ടി എടുത്തങ്ങ് രാത്രി എടുത്തങ്ങ് കട എടുത്തോട്ട് ഇട്ടേക്കാന്ന് പറഞ്ഞു. കട കുറച്ച് ഫ്രണ്ടിലായിട്ടാണ്. ഇനി നമുക്ക് ഇന്ന് ഇവിടെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ വണ്ടിയുടെ ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 10-11 മണി ആയപ്പോഴത്തേക്കാണ് ഇവിടെ സംബന്ധമായിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ ലൈൻ എടുത്ത് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. വണ്ടി 24 ആയതുകൊണ്ട് അതിനകത്ത് വെക്കുന്ന അക്സസറീസ് ഒക്കെ 24 അല്ല 12 ആണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് 12ൻ്റെ ഒരു ലൈന് അതിൻ്റെ ബാറ്ററിയിൽ നിന്ന് തന്നെ എടുക്കണം. അതിൻ്റെ വയറിങ്ങുകളൊന്നും അതിൻ്റെ കട്ടിങ് ഒന്നും പാടില്ല. അല്ലാതെ തന്നെ എടുക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റിന് വെട്ടക്കുറവാണ്. നമ്മൾ ഒരു ടേണിംഗ് ഒക്കെ രാത്രിയിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്തൊന്നും വണ്ടിയുടെ ഈ ബൗണ്ടറി ഒന്നും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ടയറിൻ്റെ ഒരു പ്രൊട്ടക്ഷനും കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു വൈറ്റ് ഷെയ്ഡ് ഒരു LED ലൈറ്റ് കൊടുക്കാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അത് ഇവർ ചെയ്യത്തില്ല, ഇവരെ ഇല്ല എന്നാണ് പറയുന്നത്. സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ജസ്റ്റ് ഇവരെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്ത് വെപ്പിച്ചാൽ ഇതിനകത്തൊരു ലൈറ്റൂടെ ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇത്രയും വലിപ്പമുള്ളത് വേണ്ട, ചെറുത് മതി. നമ്മുടെ അക്സസറീസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് ആൻഡ്രോയിഡ് ആണ്, ഇത് ഫാനാണ്. ഫാനിന് ഒരെണ്ണം കൂടെ എടുത്ത് വെക്കാനുണ്ട്. 2 ഫാൻ വെക്കണം, ഒന്നിവിടെ ഒന്ന് ആ സൈഡിലുമായിട്ട്. ആൻഡ്രോയിഡ് ആയിട്ട് ആദ്യം ഇവിടെ വെക്കാനായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വെക്കണ്ട, ഇവിടെ വെക്കുമ്പോൾ നമുക്ക് ഈ സാധനം ഇവിടെ നിന്ന് മാറ്റേണ്ടതായിട്ട് വരും. ഇതിന് പിന്നെ വേറെ സ്ഥലം വേണ്ട. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇളക്കിയിട്ട് ഇവിടെ തന്നെ അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നിർത്തുന്ന സമയത്തൊക്കെ നല്ല രീതിയിലൊക്കെ ഇതിലോട്ട് ഡാഷ്ബോർഡിലോട്ടൊക്കെ വെയിലടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് ചിലപ്പം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ടാവാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് അവിടെ ആക്കിയത്. ഇതാണ് നമ്മുടെ വണ്ടിയിൽ വെക്കാൻ പോകുന്ന ആൻഡ്രോയിഡ് സെറ്റ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളോട് വന്നിട്ടുണ്ട്. ഇതതിൻ്റെ ക്യാമറയും അതിൻ്റെ കേബിളും ഒക്കെയാണ്. ഇതാണ് നമ്മുടെ വണ്ടിയിൽ വെക്കാനെടുത്ത ഫാന്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഫാൻ ഇതല്ലായിരുന്നു. മറ്റേ വലിയ ലീഫുള്ള ഒരുപാട് വോൾട്ടേജ് എടുക്കാത്ത സൈസ് ഫാനുണ്ട്, സാധാരണ ട്രക്കുകളിലൊക്കെ വെക്കുന്ന സൈസ്. പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ച ഫാനല്ല. ഇതിലും അവർ ഇതാണ് ഫിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നത്. നോക്കി അറിയില്ല കാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. എന്നാലും അതെടുത്തുകൊണ്ട് വന്ന സ്ഥിതിക്ക് അത് തന്നെ ഫിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇത് ഫാൻ ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പാണ്. ഇത് നമ്മുടെ പാലക്കാടുള്ള ബോഡി വർക്ക്ഷോപ്പിൽ നിന്ന് അവർ റെഡിയാക്കി തന്നതാണ്. ഒരു ഫിറ്റിംഗ് ഇതാണ്ട് ഈ സീറ്റ് ബെൽറ്റിൻ്റെ ബോൾട്ടിൽ കൊടുക്കും. മറ്റേ സൈഡാണെങ്കിൽ ആ ബാക്കിൽ കാണുന്ന അല്ലെങ്കിൽ ബോൾട്ട് അഴിച്ചിട്ട് അതിൽ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഫാനിൻ്റെ ഫിറ്റിങ്ങിൻ്റെ ഇതനുസരിച്ച് അതിനകത്ത് 2 ഹോളുകൾ ഇടണം. അത് ഹോൾ ഇട്ടിട്ടില്ല, അത് ഒരു ഹോൾ ഇട്ട് തരാമെന്ന് പറഞ്ഞു. പണികളൊക്കെ ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ സ്ലോയിലാണ് നടക്കുന്നത്. രാത്രി 9 മണി വരെ നിന്നിട്ടും ആ പണിയൊന്നും പൂർത്തിയായില്ല. പിന്നീട് ഞാൻ ബസ് കയറി വീട്ടിലേക്ക് പോവുകയാണ്. നാളെ ഞായറാഴ്ച ദിവസമാണ്. ഒരു ഞായറാഴ്ച ആയാലും പണിക്ക് ആളിനെ നിർത്താമെന്ന് അവർ പറഞ്ഞായിരുന്നു. എന്താണെന്നറിയില്ല, നാളെ ഇനി ഫോൺ ചെയ്ത് ചോദിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച നിർത്തുള്ളൂ. ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എനിക്കത്ര താല്പര്യം തോന്നിയില്ല അവരുടെ ആ പണി കണ്ടിട്ട്. നമ്മുടെ ഒരു സുഹൃത്ത് വഴിയാണ് നമ്മളവിടെ വണ്ടി പണിക്ക് കൊണ്ടുവന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടിയിൽ ഫാനൊക്കെ ഫിറ്റ് ചെയ്തു കേട്ടോ. ഈ സൈഡ് അപ്പുറത്തെ സൈഡൊക്കെ ഫാൻ ഫിറ്റ്, അവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്തു, ഇവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്തു. പിന്നെ ആൻഡ്രോയിഡിൻ്റെ സെറ്റൊക്കെ വെച്ചു. പിന്നെ ഇത് നമ്മുടെ 12 നിന്ന് 220 വോൾട്ട് കൺവെർട്ട് ചെയ്യുന്ന ഒരു കൺവെർട്ടറാണ്. നമ്മുടെ
പ്ലഗ് അഡാപ്റ്ററൊക്കെ കുത്തുന്ന സൈസ് ചാർജർ, മൊബൈൽ ചാർജറൊക്കെ കുത്തുന്നത്. ഇനിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലത്തെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടേക്കാന്ന് പറഞ്ഞു. നമ്മൾ വന്നപ്പോൾ ഇതുവരെ ടെക്നീഷ്യൻ വന്നില്ല. അപ്പം 1-2 പേര് ലീവാന്നൊക്കെ അവർ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു. ഫ്രണ്ടിൽ 2 ഫോഗ് ലാമ്പും ബാക്കിലൊരു റിവേഴ്സ് ലൈറ്റും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ അത് ചെയ്തില്ല. ഇപ്പോൾ വന്നപ്പം ഒരുപാട് വർക്ക് ബാക്കിയുണ്ട്. വർക്കിൽ നമ്മൾ സംതൃപ്തരല്ല. ഇതുപോലുള്ള പണികളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് പല വണ്ടികളിലും.